പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് കണ്ണൂർ ജില്ലയിൽ 3-ാം ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് മാർച്ചിനെ സ്വീകരിക്കാനെത്തിയത്. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ ഭാഗമായ പിലാത്തറയായിരുന്നു 3-ാം ദിവസത്തെ ആദ്യ സ്വീകരണ കേന്ദ്രം. യോഗം ആരംഭിക്കുന്നതിനും ഏറെ മുൻപ് മൈതാനം നിറഞ്ഞു കവിഞ്ഞു. ജാഥാനായകനെത്തിയതോടെ ആവേശം കൊടുമുടിയിലേക്ക്. മാർച്ച് കടന്നെത്തിയ വീതിക്കിരുവശവും അഭിവാദ്യങ്ങളുമായി വൻ ജനാവലി തടിച്ചുകൂടി. ഇടതുകോട്ടയായ തളിപ്പറമ്പിൽ ഒഴുകിയെത്തിയത് 10,000-ങ്ങളായിരുന്നു. മലയോര മേഖലയായ ശ്രീകണ്ഠാപുരത്ത് ജാഥയെ വരവേൽക്കാനെത്തിയ ജനസഞ്ചയം സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തി. വീരോചിത വരവേൽപ്പാണ് ശ്രീകണ്ഠാപുരം പിണറായിക്കായി കരുതി വച്ചിരുന്നത്. മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്ന ജാഥാനായകന്റെ വാക്കുകൾ നിറഞ്ഞ കൈയോടെ ഇരിക്കൂർ ഏറ്റുവാങ്ങി. 5 വർഷക്കാലമായി UDF ആണ് ഇവിടെ അധികാരത്തിലുള്ളത്. ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി, കുറെ പേർക്ക് ഒന്നിച്ച് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നൊരു പദ്ധതി ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDFന് അവകാശപ്പെടാൻ കഴിയില്ല. ഇത്രമാത്രം പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനം. ഇത് സ്വാഭാവികമായും നമ്മുടെ യുവതലമുറയെ നിരാശയിലാഴ്ത്തും. 3-ാം ദിവസത്തെ അവസാന സ്വീകരണ കേന്ദ്രമായ മട്ടന്നൂരിൽ ജാഥയെത്തിയപ്പോൾ ഏറെ വൈകിയിരുന്നു. എങ്കിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന വൻ ജനാവലി ജാഥാനായകനെ വരവേൽക്കാൻ കാത്തുനിന്നു. പഴശ്ശിയുടെയും തില്ലങ്കേരിയുടെയും ഒക്കെ സമര പൈതൃകം നെഞ്ചേറ്റുന്ന മട്ടന്നൂരിൽ കരുത്തിന്റെ മഹാപ്രവാഹമാണ് കണ്ടത്. ജാഥയിലെ സ്ഥിരാംഗങ്ങളായ MV ഗോവിന്ദൻ മാസ്റ്റർ, KJ തോമസ്, PK സൈനബ, MPമാരായ PK ബിജു, MB രാജേഷ്, A സമ്പത്ത്, KT ജലീൽ MLA എന്നിവർ വിവിധ ജാഥാകേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. മട്ടന്നൂരിൽ നിന്നും ക്യാമറാമാൻ ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്. ബാർക്കോഴ കേസിൽ വിജിലൻസ് മലക്കം മറിയുന്നുവെന്ന് പിണറായി. മാണിയെ വീണ്ടും മന്ത്രിയാക്കാനുള്ള നീക്കം പൊളിഞ്ഞുവെന്നും വിജിലൻസ് മൊഴി ശേഖരിച്ചത് താല്പര്യമുള്ളവരിൽ നിന്ന് മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇന്നലെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് ബാർക്കോഴ കേസിൽ വലിയ തോതിലുള്ള മലക്കം മറിച്ചൽ വിജിലൻസ് നടത്തുന്നു എന്നുള്ളതാണ്. കാരണം വിജിലൻസിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി വിഴുങ്ങാൻ കോടതി തയ്യാറായിട്ടില്ല. കോടതി അത് പൂർണ്ണമായി അംഗീകരിച്ചില്ല. വിജിലൻസിനോട് കോടതി കേസ് ഡയറിയും വസ്തുതാന്വേഷണ റിപ്പോർട്ടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തട്ടിമുട്ടി ഈ ബജറ്റ് KM മാണിയെ കൊണ്ട് തന്നെ അവതരിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ്. അതിപ്പോൾ പൊളിഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി എല്ലാം അവസാനിപ്പിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ, അതിൻ്റെ പിന്നിലുള്ള കള്ളക്കളി കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ കോടതി അതിന്മേൽ കൂടുതൽ റിപ്പോർട്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇവിടെ കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെയുള്ള ഒരു നടപടിയായിട്ടാണ് സ്വാഭാവികമായും കോടതിയുടെ ഈ തീരുമാനത്തെ നമുക്ക് കണക്കാക്കാവുന്നത്. പ്രാദേശിക വികസന പ്രശ്നങ്ങളും വിവിധ ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങളും ചർച്ച ചെയ്താണ് നവകേരള മാർച്ച് ഓരോ മേഖലയിലൂടെയും കടന്നുപോകുന്നത്. കണ്ണൂർ ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിലെ ഖാദി കേന്ദ്രങ്ങളിൽ പിണറായി സന്ദർശനം നടത്തി. നവകേരള മാർച്ചിന്റെ 3-ാം ദിവസം ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയൻ പയ്യന്നൂരിലെ പരിസ്ഥിതി, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, വ്യാപാരം, സാങ്കേതികവിദ്യ, കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുമൊത്തുള്ള കൂടിക്കാഴ്ചയോടെയാണ് പര്യടനം ആരംഭിച്ചത്. എല്ലാ മേഖലകളും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ കാലത്ത് സമൂഹത്തെ അഴിമതിയിൽ നിന്നും മുക്തമാക്കാനും എല്ലാ മേഖലകളെയും അഴിമതിരഹിതമാക്കി മാറ്റാനും നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുമുള്ള നിർദ്ദേശങ്ങളായിരുന്നു വിവിധ മേഖലകളിലെ വിദഗ്ധർ അവതരിപ്പിച്ചത്. പിന്നീട് ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യൻ ആനന്ദതീർത്ഥർ സ്ഥാപിച്ച ആനന്ദാശ്രമത്തിലും പിണറായി സന്ദർശനം നടത്തി. സാമൂഹ്യ നവോത്ഥാനത്തിന് മുഖ്യ പങ്കുവഹിച്ച ആനന്ദതീർത്ഥരുടെ ആശ്രമം പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ശിവഗിരി മഠവുമായും ആശ്രമത്തിനുള്ള ബന്ധം അഭേദ്യമാണ്. AKGക്ക് മർദ്ദനമേറ്റ കാലത്താണ്
ആനന്ദതീർത്ഥർ പയ്യന്നൂരിലെത്തുന്നത്. ആശ്രമത്തിലെ അന്തേവാസികളെ പിണറായി വിജയൻ നേരിൽ കണ്ടു. പയ്യന്നൂരിലെ ഖാദി ഗ്രാമവ്യവസായ കേന്ദ്രത്തിലും പിണറായി സന്ദർശനം നടത്തി. കൈത്തറി, ഖാദി, ബീഡി, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് പിണറായി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പരമ്പരാഗത വ്യവസായ മേഖല, ലക്ഷക്കണക്കിൽ തൊഴിലാളികൾ തൊഴിലെടുത്ത മേഖല, അത് മുഴുവൻ തകർന്നു പോയിരിക്കുന്നു. പിലാത്തറയിൽ ഭിന്നശേഷിക്കാർക്കും അശരണർക്കുമായി സ്ഥാപിച്ച ഹോപ്പിലും പിണറായി സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഭയാനകമായ വർധന. 9344 കേസുകളാണ് സ്ത്രീകൾക്ക് നേരെയുള്ള വിവിധ അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം പോലീസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് പ്രായഭേദമന്യേ സ്ത്രീകൾ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശാരീരിക, ലൈംഗിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായാണ് കണക്കുകൾ. 9344 കേസുകളാണ് സ്ത്രീകൾക്ക് നേരെയുള്ള വിവിധ അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം പോലീസ് രജിസ്റ്റർ ചെയ്തത്. കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. 1249 കേസുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത്. കണക്കുകൾ പ്രകാരം തൊട്ടുപിന്നിലായി മലപ്പുറം ജില്ലയും തൃശൂരുമുണ്ട്. 1130 കേസുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 1071 കേസുകൾ തൃശൂരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 997, 826 എന്നിങ്ങനെയാണ് കോഴിക്കോട്, എറണാകുളം ജില്ലയുടെ കണക്കുകൾ. പോലീസിന്റെ പക്കലെത്താത്ത കേസുകളും ഈ സംഖ്യയോട് കൂട്ടുമ്പോൾ പേടിപ്പെടുത്തും വിധം സംസ്ഥാനത്ത് സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതായി കാണാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെയും പീഡന ശ്രമങ്ങളുടെയും കണക്കുകൾക്ക് പുറമെയാണ് മേൽപ്പറഞ്ഞ കണക്കുകൾ. കേരളത്തിന്റെ യശസ് നാടിനു മുന്നിൽ താഴ്ത്തിയ പെൺവാണിഭങ്ങളും ഏറ്റവും ഒടുവിലായി അടൂരിലേതുൾപ്പെടെ എടുത്തു പറയത്തക്കതായി ഒട്ടേറെ സംഭവങ്ങളുണ്ട് ഈ കണക്കുകൾ ശരിയാണെന്ന് തെളിയിക്കാൻ. സ്ത്രീ പീഡനങ്ങൾക്കാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ളത്. 3052 കേസുകളാണ് വിവിധങ്ങളായ പീഡനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2850 ഭർതൃപീഡനം, 924 ബലാത്സംഗം എന്നിവയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോയ വർഷം സംസ്ഥാനത്ത്. സ്ത്രീകൾക്കു നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ എണ്ണം ഒരു വടക്കൻ സംസ്ഥാനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തെ. ദിനംപ്രതി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയല്ലാതെ ഇത് തടയാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ഭയാനകമായ സത്യം. കോഴിക്കോട് നിന്നും വിനിഷ വൃന്ദാവൻ. കാലം ഇത്ര പുരോഗമിച്ചിട്ടും ബസ് യാത്രകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കുറവുണ്ടായിട്ടില്ല. സംവരണം ചെയ്ത സീറ്റ് ലഭിക്കാൻ പോലും ബഹളം വെക്കേണ്ട അവസ്ഥയാണ്. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതരാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. പരാതികൾ അവർ തന്നെ പറയട്ടെ. സ്ത്രീകളുടെ സീറ്റ് സംവരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകളാണെങ്കിലും കുട്ടികൾ എടുത്തിട്ട് വരുന്ന സ്ത്രീകളാണെങ്കിലും ചോദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ആ സീറ്റ് അവർക്ക് വേണ്ട സീറ്റാണ്, അതുകൊണ്ടൊന്ന് മാറി കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പുരുഷന്മാർ കുറവാണ്. കൃത്രിമ തിക്കും തിരക്കുമുണ്ടാക്കി സ്ത്രീകൾ നിൽക്കുന്ന മുൻവശത്തേക്കെത്തുന്ന പുരുഷന്മാരുടെ ശല്യത്തിന് ഒട്ടും കുറവില്ല. തിരക്കില്ലെങ്കിൽ പോലും തിരക്കുണ്ടെന്ന് കാണിച്ചിട്ട് ബസ്സിൽ അനാവശ്യമായി തിരക്കുണ്ടാക്കി, അതുപോലെ സ്ത്രീകൾ പോകുന്ന വഴി കൂടി തന്നെ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ അത് ആ ഒരു ഡിസിപ്ലിൻ പാലിക്കാതെ ആ ഒരു ബസ് യാത്ര ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിൽ കാണുന്നത്. പരാതിപ്പെടുന്നവരെ കുറ്റക്കാരാക്കി അപമാനിക്കുകയാണ് പലരും. ലേഡീസ് സീറ്റ് ഒഴിഞ്ഞുതരാൻ പറയാറുണ്ട്, ചിലപ്പോൾ മാറി തരില്ല. അപ്പൊ കണ്ടക്ടറോട് പറയും, കണ്ടക്ടർ മാറ്റി തരാറുണ്ട്. നമ്മൾ എത്ര പ്രതികരിച്ചാലും എന്ത് ചെയ്താലും ഉണ്ടല്ല, നമ്മൾ മിണ്ടാതെ നിൽക്കുകയെന്ന് വിചാരിച്ചോ, നിങ്ങൾ മുട്ടി നിൽക്കുമ്പോൾ ഞാൻ മിണ്ടാതെ നിന്നാൽ വേറെ ആൾക്കാർ പറയും, സ്ത്രീകളടക്കം പറയും, അവളെ മിണ്ടാതെ നിൽക്കണല്ല, അവൾക്ക് അങ്ങനെയാന്ന്. നേരെ മറിച്ച് നമ്മൾ പ്രതികരിച്ചാലോ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാൻ പോലില്ല, ആരും. ബസ് യാത്രകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട് എന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും പറയുമ്പോൾ സ്വയം രക്ഷിക്കാൻ നിർബന്ധിതരാകുകയാണ് സ്ത്രീ സമൂഹം. ഇത്തരം പരാതികളില്ലാത്ത ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സസ്പെൻഷനിലായ ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഗുണ്ടൂർ സ്വദേശിയായ രോഹിത്താണ് ആത്മഹത്യ ചെയ്തത്. മുസാഫർ നഗർ കലാപത്തിൽ BJP നേതാക്കളുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ഡോക്യുമെന്ററി യൂണിവേഴ്സിറ്റിയിൽ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് രോഹിത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ സസ്പെൻഷനിലായിരുന്നു. ഇതേ തുടർന്നാണ് രോഹിത്തിന്റെ ആത്മഹത്യ. വിഷയത്തിൽ SFI രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് V. ശിവദാസൻ പറഞ്ഞു. BJPയുടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ശോഭാ സുരേന്ദ്രനും MT രമേശ്, K. സുരേന്ദ്രൻ,
AN രാധാകൃഷ്ണൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. 9 വൈസ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചു. VV രാജേഷിനെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി. JR പത്മകുമാറിനെ പുതിയ വക്താവാക്കി. KP പ്രകാശ് ബാബുവാണ് യുവമോർച്ച പ്രസിഡന്റ്. രാഷ്ട്രീയ സഹകരണത്തിന് BJP ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഉപാധികൾ വെച്ച് BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്രമന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യമാണ് തുഷാർ വെള്ളാപ്പള്ളി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ അറിയിച്ചത്. തെരഞ്ഞെടുപ്പിലെ പ്രകടനം നോക്കി പിന്നീട് ഇക്കാര്യം ആലോചിക്കാമെന്ന് അമിത്ഷാ മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച പ്രാഥമിക ചർച്ച ആരംഭിച്ചെന്നും തുടർ ചർച്ചകൾ കേരളത്തിൽ നടക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ദില്ലിയിൽ പറഞ്ഞു. BDJS രൂപീകരണത്തിന് ശേഷം BJP ദേശീയ നേതൃത്വവുമായുള്ള ആദ്യ ചർച്ചയാണ് അമിത്ഷായുടെ വസതിയിൽ നടന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ V മുരളീധരൻ, BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് സഖ്യത്തിനായി തുഷാർ വെള്ളാപ്പള്ളി ചില ഉപാധികൾ മുന്നോട്ട് വച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്രമന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യമായിരുന്നു ഇതിൽ പ്രധാനം. തിരുവനന്തപുരത്ത് 3 സീറ്റുകൾ വേണമെന്നും തുഷാർ ആവശ്യപ്പെട്ടു. എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് അമിത്ഷാ മറുപടി നൽകി. തിരഞ്ഞെടുപ്പിലെ പ്രകടനം നോക്കി അടുത്ത കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയുടെ സമയത്ത് മന്ത്രിസ്ഥാനത്തിന്റെ കാര്യം ആലോചിക്കാമെന്ന നിലപാടാണ് അമിത്ഷാ സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച പ്രാഥമിക ചർച്ച മാത്രമാണ് നടന്നതെന്നും തുടർ ചർച്ചകൾ കേരളത്തിൽ ഉണ്ടാകുമെന്നും യോഗത്തിന് ശേഷം കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കക്ഷിബന്ധങ്ങളെക്കുറിച്ചും ഭാവിയിൽ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ചുമൊക്കെ വിശദമായി ചർച്ച ചെയ്യും. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, ഏത് രീതിയിൽ നേരിടണം, അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും അത് കേരളത്തിൽ വെച്ച് വീണ്ടും അത് തുടരുന്നതാണ്. കുമ്മനം നയിക്കുന്ന വിമോചന യാത്രയിൽ BDJS നേതാക്കൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിഖ്യാത ഗസൽ ഗായകൻ ഗുലാം അലിയുടെ ഗസൽ സന്ധ്യ കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടന്നു. ഗസൽ സന്ധ്യയോടനുബന്ധിച്ച് ചടങ്ങിൽ ഗുലാം അലിയെ ആദരിച്ചു. സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോടിന്റെ ഹൃദയത്തിലേക്ക് ഗസൽ മഴയായി പെയ്തിറങ്ങിയ ഗുലാം അലി, നിങ്ങൾ പാടിയത് വെറും ഗസലായിരുന്നില്ല. മതത്തിന്റെയും വർഗീയതയുടെയും കോമാളിത്തരങ്ങളെ സംഗീതം കൊണ്ട് ചെറുത്തു നിൽക്കാൻ സാധിക്കുമെന്നതിന്റെ ഉദാഹരണം കൂടിയായിരുന്നു. സംഗീതത്തെ എന്നും നെഞ്ചോട് ചേർത്ത കോഴിക്കോട്ടുകാർക്കിടയിലേക്ക് ഹം തേരെ ഷഹർ മേം ആയേ ഹേ ഏക് മുസാഫിർ തര എന്ന് ഗുലാം അലി പാടിയപ്പോൾ ഒരു നിമിഷം ആ സ്വപ്നനഗരി നിശബ്ദമായി. ജനനിബിഡമായ ആ സദസ്സ് ഗുലാം അലിയുടെ ഗസലിൽ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. MT വാസുദേവൻ നായർ മുഖ്യാതിഥിയായ ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. കോഴിക്കോടിന്റെ ആദരം നൽകി MK മുനീറും AP അനിൽകുമാറും MA ബേബിയും ചേർന്ന് ഗുലാം അലിയെ സ്വീകരിച്ചു. പുറത്ത് ശിവസേനയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു എങ്കിലും അതൊന്നും ആ സംഗീതരാവിനെ ബാധിച്ചില്ല. രാഘവൻ മാഷിനെയും കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും ബാബുരാജനെയും സ്മരിച്ചാണ് ചാന്ദിനി രാത് കടന്നുപോയത്. ഓരോ നിമിഷവും തന്നെ ഓർക്കാനുള്ള സംഗീതവും ബാക്കിവെച്ചാണ് ഗുലാം അലി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും മടങ്ങിയത്. വർഗീയതയുടെയും മതത്തിന്റെയും കെട്ടുപാടുകൾ വിട്ട് സംഗീതം ഉള്ളിടത്തോളം കാലം ഗുലാം അലിയെ കോഴിക്കോട് ഇനിയും കാത്തിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ചാന്ദിനി രാത് അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാൻഹോളിൽ അകപ്പെട്ട് 2 പേരെ രക്ഷിക്കുന്നതിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ കോഴിക്കോട് വേങ്ങേരിയിലെ വീട് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സന്ദർശിച്ചു. രാവിലെ നൌഷാദിന്റെ വീട്ടിലെത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ജീവിതം കൊണ്ട് സംഗീതം രചിച്ചവനാണ് നൌഷാദെന്നും സ്വന്തം ജീവിതം അപരന് സ്നേഹമാകണമെന്ന ജീവിത മൂല്യം ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു നൌഷാദെന്നും അദ്ദേഹം പറഞ്ഞു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തലസ്ഥാനത്ത് തിരിതെളിയാൻ ഇനി ഒരു ദിനം മാത്രം ശേഷിക്കെ അവസാനഘട്ട ഒരുക്കങ്ങൾ തകൃതിയാവുകയാണ്. കലോത്സവത്തിന്റെ ഉദ്ഘാടന ദിനത്തിലെ സാംസ്കാരിക ഘോഷയാത്ര ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. 7 ദിനം നീളുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന്
ഏഴുതിരിയിട്ട നിലവിളക്കിൽ തിരിതെളിയാൻ ഇനി ഒരു ദിനം കൂടി. 19-ാം തീയതി രാവിലെ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ പുത്തിരിക്കണ്ടം മൈതാനത്തിൽ DPI MS ജയ പതാക ഉയർത്തുന്നതോടെയാണ് കലാമാമാങ്കത്തിന് തുടക്കമാകുന്നത്. 18-ന് രാവിലെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര തലസ്ഥാനത്ത് എത്തിച്ചേരും. വിവിധ സ്കൂളുകളിൽ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വൻപിച്ച സ്വീകരണം നൽകും. 19 വേദികളിലായി 232 ഇനങ്ങളിലായാണ് ഇത്തവണ മത്സരം നടക്കുന്നത്. കലോത്സവം പടിവാതിൽക്കൽ എത്തിയതിനാൽ തന്നെ വേദികളിൽ ഒരുക്കം തകൃതിയാവുകയാണ്. ഉദ്ഘാടന ദിനത്തിലെ ഘോഷയാത്ര തലസ്ഥാന നഗരിയുടെ ഉത്സവമാക്കാനാണ് സംഘാടകരുടെ തീരുമാനം. 19-ന് ഉച്ചയ്ക്ക് 2:30-ന് ഗവൺമെന്റ് സംസ്കൃത കോളേജിന് മുന്നിൽ DGP സെൻകുമാർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയുടെ പ്രധാന ആകർഷണം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ആതിര മുരളി ഉൾപ്പെടെയുള്ള 56 പേരുടെ മോട്ടോർ ബൈക്ക് പ്രകടനമാണ്. സംസ്ഥാന പോലീസിന്റെ അശ്വാരൂഢ സേന ഘോഷയാത്രയിൽ അണിനിരക്കും. ജില്ലയിലെ 35 സ്കൂളുകളിൽ നിന്നായി 10,000 കുട്ടികൾ ഘോഷയാത്രയിൽ പങ്കെടുക്കും. കലോത്സവ വേദിയിൽ കലോത്സവത്തിന്റെ ചരിത്ര പ്രദർശനവും ക്രമീകരിക്കുന്നുണ്ട്. മത്സരാർത്ഥികളെ വരവേൽക്കാൻ അക്ഷരാർത്ഥത്തിൽ അനന്തപുരിയും അവസാനഘട്ട ഒരുക്കത്തിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.